ാണ് നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലമാണ്. പെട്രോൾ ഓവർഫ്ലോ പോവാം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കാർബറേറ്റർ യൂണിറ്റ് അയച്ചായിരുന്നു. അപ്പോൾ നിലവിൽ ഇതുമേ ഒരുപാട് പണി പണിത് നോക്കിയേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഷിമ്മൊക്കെ വളച്ച് സെറ്റ് ചെയ്തൊക്കെ നോക്കിയേക്കണതാണ് ഇതുമേട്ടാ. പിന്നെ അതിൻ്റെ ഓവർഫ്ലോൻ്റെ ആ നീഡിൽ വർക്ക് ചെയ്യുന്ന ഭാഗം നോക്കുമ്പോഴും അവിടെയും ചെറിയൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിലവിൽ എൻ്റെ ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർബറേറ്ററിനിട്ട് ഒന്ന് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഫ്ലോട്ടിൻ്റെ വാൽവൊക്കെ മാറ്റി വേണമെങ്കിൽ ഒന്ന് നോക്കാമെന്ന് മാത്രം. പക്ഷേ അങ്ങനെ വന്നാലും ഓൾറെഡി നമുക്ക് ഫ്ലോട്ട് വാൽവിൻ്റെയും ഇതുവരും കാർബറേറ്റർ ക്ലീൻ ചെയ്യണം, കാർബറേറ്റർ ക്ലീനറിൻ്റെയും സെറ്റിങ്സൊക്കെ എല്ലാം കൂടി ചെയ്തു തരുക. വീണ്ടും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്യേണ്ട പണി മൊത്തം പഴുപണിയാണ്, ആ കാശ് പോകും. അപ്പോൾ അതിലും നല്ലത് പറ്റുമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി നോക്കിയിട്ട് അത് മാറ്റാം, പുതിയത് വെക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നീട് ഈ കംപ്ലൈൻറ്റും പറഞ്ഞുകൊണ്ട് കയറി ഇറങ്ങി നടക്കേണ്ടി വരില്ല. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇതിനകത്ത് കംപ്ലൈൻറ്റ് ആയിട്ട് ഇടയ്ക്ക് എപ്പോഴേക്കോ എവിടേക്കോ കയറ്റി ചെയ്തേക്കണതാണ്. അതിൻ്റെ ഇവിടെയൊക്കെ ഷിമ്മൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലോട്ട് വാൽവ് ആയാലും ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും ക്ലിയർ ചെയ്ത് നോക്കി. ഈ വാൽവ് വന്ന് അടയണ ഭാഗമുണ്ടല്ലോ, അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ ഉള്ളിൽ വന്ന ഹോള് അവിടെയും ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഭാഗ്യപരീക്ഷണമായിരിക്കും ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കോസ്റ്റും വരും. അപ്പോൾ നമ്മൾ ആ ക്യാഷ് കളയണ നേരം കൊണ്ട് കാർബറേറ്റർ അസംബ്ലി പറഞ്ഞ് മേടിച്ച് പുതിയത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു തലവേദന ഉണ്ടാവില്ല. ഈ ഒരു തലവേദന എന്നല്ല, ഇനി അങ്ങടേക്ക് ആ ഭാഗം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കാർബറേറ്റർ അസംബ്ലിക്ക് എത്ര റേറ്റ് വേണ്ടിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. അതിൻ്റെ എത്ര വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് മാറ്റാണെങ്കിൽ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ഒരു മൈനർ ചെക്കപ്പാണ് പറഞ്ഞത്. അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. എന്നിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.